Guys, welcome back to another video and ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ ബൈ പ്ലേയിങ് ഗെയിംസ്. അതെ, ഗെയിം കളിച്ചുകൊണ്ട് എങ്ങനെ ഓൺലൈനായിട്ട് വരുമാനം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇതിന് മുൻപേയുള്ള വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ആപ്പിനെ കുറിച്ചാണ്, കൂൾ സർവീസ്. അപ്പോൾ കൂൾ സർവീസ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത ശേഷം കണ്ടുപിടിച്ച ഒരു ആപ്പാണ്. ആൻഡ് ഈ ആപ്പ് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഒരുപാട് കാലം ഞാനിങ്ങനെ ഹൗ ടു മേക്ക് മണി ഫ്രം ഓൺലൈൻ, എങ്ങനെയൊക്കെ പൈസ ഓൺലൈനായിട്ട് ഉണ്ടാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്താൽ ക്യാഷ് ഉണ്ടാക്കാം എന്നൊക്കെ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഫൈനലി ഞാൻ ആക്ച്വലി നമുക്ക് പൈസ തരുന്ന ഒരു ആപ്പ് ഞാൻ കണ്ടുപിടിച്ചു. അതായത് ₹1 പോലും നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ സമയം മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ആക്ച്വലി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഞാൻ അവസാനം കണ്ടുപിടിച്ചു. ആൻഡ് ആ ആപ്പിന്റെ ഒന്നാമത്തെ ഫീച്ചറാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് സർവേ ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ സർവേ ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ സർവേ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ സർവേ വഴി എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാവും. ആൻഡ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ വഴി, അതായത് ഈ ആപ്പിനകത്ത് തന്നെയുള്ള വേറൊരു ഫീച്ചറാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഓപ്ഷൻ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഗെയിമിന്റെ കാര്യങ്ങളും ഏതൊക്കെ ഗെയിം ലിസ്റ്റും ആ ഗെയിം കളിച്ചാൽ എത്ര ക്യാഷ് കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിന് മുകളിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഗെയിം കളിച്ച് കിട്ടിയ ഏർണിങ്സ് ഉണ്ട്. ഞാൻ അധികം ഗെയിം കളിക്കാറില്ല, ഞാൻ കൂടുതലും സർവീസിലാണ് ഫോക്കസ്ഡ്. എങ്കിൽ പോലും എനിക്കൊരു ₹100 മുകളിൽ ഞാൻ ജസ്റ്റ് 1-2 ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് 1-2 ലെവലിൽ പോയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അപ്പം നിങ്ങളിപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും, ഞാനിപ്പോൾ യൂസ് ചെയ്ത ഈ ഗെയിം എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ പേ ഔട്ട് എന്ന് പറഞ്ഞാൽ $3 സംതിങ് ആണ്. പക്ഷേ 0.5 മുകളിലോട്ട് നമുക്ക് ഏർണിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു പർച്ചേസ് നടത്താം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാനിത് കളിക്കുകയാണെങ്കിൽ കറക്റ്റ് 0.5 എത്തുമ്പോഴേക്കും ഞാൻ ഈ കളി നിർത്തും. അപ്പോൾ 0.5 വരെയുള്ള ക്യാഷ് എല്ലാം എനിക്ക് കിട്ടും. അപ്പോൾ അതിന് ശേഷമുള്ളത് എനിക്ക് കിട്ടത്തില്ല, കാരണം 0.5 മുകളിലോട്ട് പോകണമെങ്കിൽ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഈ $3 ഒക്കെ ഉള്ളൂ, അതിലും $3 വെറും $0.5 കിട്ടുന്നുള്ളൂ, അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ പർച്ചേസ് ചെയ്യണം, അപ്പോൾ നഷ്ടമല്ലേന്ന് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഗെയിംസ് എടുത്ത് നോക്കുക. കാരണം ഇതിനകത്തുള്ള ഏറ്റവും ചെറിയൊരു ഗെയിമാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ടെസ്റ്റിംഗ് എന്നുള്ള രീതി മാത്രമാണ് നോക്കിയത്. ഇതിനകത്ത് വേറെ ഗെയിംസ് ഉണ്ട്. ആൻഡ് അതിന്റെ പേ ഔട്ട് ഒക്കെ കണ്ടാൽ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും. $20, $30, $40 ഒക്കെ കൊടുക്കുന്ന ഒരുപാട് ഗെയിംസ് ഇതിനകത്തുണ്ട്. ആൻഡ് ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പർച്ചേസിംഗിലൂടെ മാത്രമേ അവർക്ക് ഈ പറയുന്ന എമൗണ്ട് നമുക്ക് തരാൻ പറ്റുള്ളൂ. അതായത് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിന് ഒരു പ്രൊമോഷൻ വേണം. അതാണ് ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഈ പറയുന്ന പല ഗെയിംസും അവർ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഗെയിംസ് ആണ്. അപ്പോൾ ഗെയിമിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഗെയിമിന് ഒരു പ്രൊമോഷൻ വേണം. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ആണ്, അതായത് ഒരു $5 $8 അതിന്റെയൊക്കെ ലിമിറ്റ്, അതിന്റെ ആ ഒരു ലിമിറ്റ് വരെ ആയിരിക്കും ഗെയിം ആക്ച്വലി അവരുടെ ഈ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് മുകളിലോട്ടുള്ള പൈസ ആണെങ്കിൽ എന്തായാലും അവരത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം. അതുകൊണ്ടാണ് $8 മുകളിലോട്ട് പർച്ചേസിംഗ് ഓപ്ഷൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ദ പോയിന്റ് ഈസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു $10 വരെയൊക്കെ ഇതിലെ പല ഗെയിമും കളിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് നിങ്ങളത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സർവേ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സർവീസും ഉണ്ട്, സർവീസും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ അത് ട്രൈ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ആൻസർ ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഗോ ടു ദിസ്, ഈ ഗെയിംസ് ഒക്കെ ഒന്ന് കളിച്ച് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് സമയം മാത്രമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, ആൻഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കിടക്കുന്ന എല്ലാ ഗെയിമും നിങ്ങൾ 60 ദിവസത്തിനകത്താണ് ഫിനിഷ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ആദ്യം എടുത്ത ഗെയിം അവർ തന്നിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 60 ആണ്. 60 ദിവസത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന അച്ചീവ്മെന്റ്സ് എല്ലാം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിന്നുള്ള വരുമാനം കിട്ടത്തുള്ളൂ. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ലെവൽ 50 ഒക്കെ പറയുന്നുണ്ട്, അതൊന്നും അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ടിരുന്ന ഒരു ദിവസം ഒരു 10-20 ലെവൽ വരെയൊക്കെ സുഖമായിട്ട് പോകും. പല ഗെയിംസും ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത് നോക്കുക. 60 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾ മാക്സിമം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ ഈ ലിസ്റ്റിലുള്ള ഗെയിം തീർന്നാൽ എന്ത് ചെയ്യുന്നു? അങ്ങനെയല്ല. ആക്ച്വലി ഈ ലിസ്റ്റിലുള്ള ഗെയിംസ് എല്ലാം 60 ഡേയ്സ് ആകുമ്പോൾ അവർ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു 60 ചിലതൊക്കെ 1 വീക്കിൽ തന്നെ അവർ റിഫ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിമിന്റെ ലിസ്റ്റുകൾ ഇങ്ങനെ മാറി വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ആക്ച്വലി ഗെയിം ഒരു പുതിയ ഗെയിം അവർ തുടങ്ങുമ്പോഴേക്കും അവർ അഡ്വർടൈസ്മെന്റിന് യൂസ് ചെയ്യുന്ന കുറച്ച് പൈസ എടുത്ത ശേഷം ആ അഡ്വർടൈസ്മെന്റിന് പകരം ഗെയിം കളിച്ച് അതിന്റെ ഒരു എന്താ പറയാം, അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനും അല്ലെങ്കിൽ ആ ഗെയിം ഒരുപാട് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നവർ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് ഇതിന്റെ ആ ഒരു കൂൾ സർവീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇന്റർഫേസ് മാത്രമാണ്. ഈ സർവീസിന്റെയും ഈ പറയുന്ന ഗെയിമിന്റെ ഒക്കെ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. അപ്പം നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നത് വഴി ഗെയിമിന്റെ പ്രൊവൈഡേഴ്സ് തന്നെയാണ് ആക്ച്വലി നിങ്ങൾക്ക് ക്യാഷ് തരുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. മെയിൻ കാര്യം ആലോചിക്കുക, 60 ഡേയ്സിനകത്ത് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങൾക്കും ഇതുപോലത്തെ പുതിയ ആപ്സും പുതിയ വഴികളും, അതായത് ഓൺലൈനായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പുതിയ വഴികളും മറ്റൊക്കെ നിങ്ങൾക്കും അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ പോയി കമന്റ് ചെയ്യുക. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ ട്രൈ ചെയ്യുക, ഗെയിം കളിക്കുക, ക്യാഷ് ഉണ്ടാക്കുക. ആൻഡ് ക്യാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യുക, ഓക്കെ ഇറ്റ്സ് വർക്കിംഗ് എന്നുള്ള രീതിയിൽ. ഇല്ല പറ്റുന്നില്ലെന്നാണെങ്കിൽ എങ്കിലും കമന്റ് ചെയ്യുക, നമുക്കത് ഒരുമിച്ച് നോക്കാം എന്താണ് ഇഷ്യൂ എന്നുള്ളതും. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്.